മഴക്കാലത്തെ ആരോഗ്യ പരിപാലനത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ജീരകക്കഞ്ഞി. ദഹന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത് വളരെ നല്ലതാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ജീരകക്കഞ്ഞി തയ്യാറാക്കാൻ ആവശ്യമായത് ഉണങ്ങലരി, അല്പം മഞ്ഞൾപ്പൊടി, ശകലം ഉപ്പ്, ഇവ അല്പം വെള്ളം ചേർത്ത് ഒരു ഹീറ്റ് വരുത്തിയാൽ മതിയാവും. ആവി പോയിട്ടുണ്ട്. നമുക്കിനി തുറന്നു നോക്കാം. അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി തീ കത്തിക്കാം. അതിനകത്തേക്ക് ജീരകം അരയ്ക്കാൻ വേണ്ടി ഞാൻ അല്പം തേങ്ങ ചേർത്തിട്ടുണ്ട്. തേങ്ങ ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തത് അതിനകത്തേക്ക് ഒഴിക്കാം. നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്താൽ മതി. നല്ലോണം തിളച്ചിട്ടുണ്ടത്. നല്ലോണം തിളച്ച ആ വെള്ളം ഒന്ന് കുറുകുന്ന വരെ തീ നല്ല ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ജീരകം എല്ലാം ഒരു നല്ല മണം വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് ചെറുതാക്കണം. അതായത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കരുത്. തിളച്ചാൽ അതിങ്ങനെ പിരുത്തു പോകും. അപ്പോൾ ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഒരു സ്പൂൺ നെയ്യും ഇതിനകത്ത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീരകക്കഞ്ഞി തയ്യാറായിട്ടുണ്ട്. ദഹനത്തിനും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാം നല്ലതാണ്. കൂടാതെ കുട്ടികൾക്കും ഇത് വളരെ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.